ഞാൻ സിറ്റിയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ഈ ഒരു അനുഭവം എനിക്ക് സംഭവിക്കുന്നത് കഴിഞ്ഞ വേനൽ അവധികളിലാണ്. ആ സമയം ആനുവൽ എക്സാം ഒക്കെ തീർന്ന് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോഴാണ് മുത്തശ്ശിയുടെ കുടുംബക്ഷേത്രത്തിലെ തെയ്യം കാണാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മുടെ കുടുംബത്തിലെ ഏകദേശം എല്ലാ ആൾക്കാരും വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശി പണ്ട് പറഞ്ഞു തന്ന കഥകൾ എനിക്ക് ഓർമ്മ വരുന്നു. പണ്ടത്തെ തറവാട്, പിന്നെ തറവാട്ടിൻ്റെ അടുത്തുള്ള പനിയും, പിന്നെ അവിടുത്തെ യക്ഷിയും. നല്ല ദൂരമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുവാൻ വേണ്ടി ആരംഭിച്ചു. അങ്ങനെ അവസാനം ഞങ്ങൾ എത്താറായി. നമുക്ക് മുത്തശ്ശിയുടെ പണ്ടത്തെ തറവാട് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു. വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും പൊളിഞ്ഞ് താഴേക്ക് വീഴാം. അങ്ങനെ ഞങ്ങൾ മുത്തശ്ശിയുടെ കുടുംബക്ഷേത്രത്തിൽ എത്തുകയാണ്. അവിടെ ബലൂൺ, കളിപ്പാട്ടം എന്നിവ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അനിയന് വേണ്ടി ഒരു ബലൂണും പിന്നെ ഒരു വലിയ ബോളും വാങ്ങുകയാണ്. അങ്ങനെ എനിക്കും പിന്നെ എൻ്റെ കസിൻസിനും വേണ്ടി ഐസ്ക്രീമും. അങ്ങനെ രാത്രിയായി. അവിടെ തൊണ്ടച്ചൻ, കണ്ടനാർ കേളൻ എന്നീ തെയ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ തെയ്യം തുടങ്ങി. അങ്ങനെ ഒരു നിമിഷത്തിലാണെങ്കിൽ നമ്മൾക്ക് ഉറക്കം വരികയാണ്. അങ്ങനെ നമ്മൾ മുത്തശ്ശിയുടെ അടുത്ത് പോയി പറഞ്ഞു. മുത്തശ്ശിയാണെങ്കിൽ അടുത്തുള്ള കഴകപ്പുരയിൽ പോയി കിടന്നുറങ്ങാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ എത്തിയപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവുകയാണ്. അവിടെയാണെങ്കിൽ എല്ലാ ആൾക്കാരും കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. നമുക്ക് ഉറങ്ങാൻ വേണ്ടി സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളാണെങ്കിൽ വീണ്ടും മുത്തശ്ശിയുടെ അടുത്ത് പോയി കാര്യം പറയുകയാണ്. അപ്പോഴാണ് മുത്തശ്ശിയുടെ അടുത്തുണ്ടായ വല്യമ്മ നമ്മളോട് ഒരു കാര്യം പറയുന്നത്. അടുത്താണെങ്കിൽ അവരുടെ തറവാടുണ്ട്. അവിടെയാണെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറയുകയാണ്. ഹോളിൽ കിടക്കാനാണ് പറഞ്ഞത്. മുകളിലത്തെ നിലയിലും ഉൾഭാഗത്തും പോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ ആരുമില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വരാന്തയിൽ കയറിയിരുന്നു. വലിയ കസിൻസൊക്കെ പുറത്തിരുന്ന് ഫോൺ നോക്കാൻ വേണ്ടി ആരംഭിച്ചു. അങ്ങനെ ഞാനും പിന്നെ ഏകദേശം എൻ്റെ വയസ്സുള്ള കസിൻസൊക്കെ കൂടി അകത്തുനിന്ന് കളിക്കാൻ വേണ്ടി ആരംഭിച്ചു. അവിടെ അപ്പോൾ നല്ല ശബ്ദമുണ്ടായിരുന്നു. ആ ഒരു വല്യമ്മയാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ആര് കേൾക്കാൻ? അപ്പോഴാണ് അകത്തുള്ള വിൻഡോയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒരു പ്രായമായ സ്ത്രീയുടെ ശബ്ദമായിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തേക്ക് നമ്മൾ നിശബ്ദരായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ശബ്ദം കൂടി. അങ്ങനെ ഞങ്ങൾ എൻ്റെ അനിയൻ്റെ ബോളെടുത്ത് പാസ് കളിക്കുമ്പോൾ ആ ഒരു ബോളാണെങ്കിൽ നേരത്തെ ശബ്ദം കേട്ട ആ ഒരു വിൻഡോൻ്റെ അടുത്തുള്ള ഡോറിൽ പോയി അടിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറഞ്ഞ് ഒരു പ്രായമായ വൃദ്ധയാണെങ്കിൽ ആ ഒരു വാതിൽ തുറന്ന് എൻ്റെ അനിയൻ്റെ ബോളെടുത്ത് പോകുന്നത്. നമുക്ക് കുറച്ച് നിമിഷത്തേക്ക് ഭയം തോന്നി. എൻ്റെ അനുജനാണെങ്കിൽ കരയാൻ വേണ്ടി ആരംഭിച്ചു. കാരണം അവൻ്റെ ബോളാണത്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പുറത്തുണ്ടായിരുന്ന വലിയ ഏട്ടന്മാരൊക്കെ ഉറങ്ങിയിരുന്നു ആ സമയം കൊണ്ട്. അപ്പോഴാണ് എൻ്റെ ഒരു കസിൻ പറയുന്നത്, ആ ഒരു വൃദ്ധയാണെങ്കിൽ മുകളിലോട്ടാണ് പോയത്. നമുക്കാണെങ്കിൽ പോയി ആ ഒരു ബോൾ തിരിച്ചെടുക്കാം. ഞാൻ ആദ്യം ഇല്ല എന്ന് പറയുകയാണ്. പക്ഷേ എൻ്റെ അനിയൻ കരയുന്നത് കണ്ട് എന്തായാലും പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ പോയി ആ ഒരു വാതിൽ തുറക്കുകയാണ്. ഫുള്ള് ഇരുട്ടാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറാൻ വേണ്ടി ആരംഭിച്ചു. എൻ്റെ അനുജൻ്റെ ബോൾ അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം നല്ല ഇരുട്ടാണ്. അപ്പോഴാണ് ഒരു കറുത്ത പൂച്ച നമ്മുടെ മുന്നിൽ തുള്ളിയത്. പിന്നെ കുറേ വവ്വാലും. നമുക്കപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഒരു വൃദ്ധ വരുന്നതായി നമുക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ സകല ശക്തിയും എടുത്ത് ഓടാൻ വേണ്ടി ആരംഭിച്ചു. എൻ്റെ കാലാണെങ്കിൽ ഫ്ലോറിൽ താവുന്നതുപോലെ എനിക്ക് തോന്നി. എനിക്കാണെങ്കിൽ എൻ്റെ ഒരു കസിനെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ ഞാൻ എവിടെയോ കണ്ട സ്റ്റെപ്പിലേക്കൂടെ താഴെ ഇറങ്ങുകയാണ്. എൻ്റെ കസിനാണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് താഴെ എത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ട് ഒരു ഡോറിലേക്കൂടെ പുറത്തിറങ്ങി. അങ്ങനെ നമ്മൾ തെയ്യം നടക്കുന്ന ആ ഒരു സ്ഥലത്തെത്തി. മുത്തശ്ശിയാണെങ്കിൽ നമ്മളെ കണ്ട് പിന്നെ പിടിക്കുകയാണ്. നമ്മളാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരത്തേക്ക് നീ തെയ്യം കാണുമെന്ന് പറഞ്ഞ് ആ ഒരു സീറ്റിൻ്റെ അടുത്ത് നമ്മളെ ഇരുത്തുകയാണ്. എൻ്റെ അനുജനാണെങ്കിൽ അവിടെ എന്തായാലും കരയുന്നുണ്ടാകും. ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ മുത്തശ്ശി കാണാതെ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ആ ഒരു ഷോപ്പിൽ പോയി ഒരു ബോൾ വാങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു തറവാട്ടിലെത്തി. അപ്പോൾ വലിയ കസിൻസ് ഉറങ്ങുന്നുണ്ടായിരുന്നു. അകത്താണെങ്കിൽ എൻ്റെ അനുജൻ തനിച്ച് നേരത്തെ ആ ഒരു വൃദ്ധ എടുത്തുകൊണ്ട് പോയ അതേ ബോൾ വെച്ച് അവിടെ നിന്നും കളിക്കുന്നു. നമുക്കത് എവിടെ നിന്ന് കിട്ടി ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ അനുജൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്. എൻ്റെ അനുജൻ പറഞ്ഞു, ഒരു മുത്തശ്ശിയാണ് എനിക്കിത് തന്നത്. അപ്പോൾ എൻ്റെ സകല ജീവനും പോയി. അങ്ങനെ നമ്മൾ എപ്പോഴോ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ രാവിലെ ആണെങ്കിൽ മുത്തശ്ശി നമ്മളെ വന്ന് എണീപ്പിച്ചു. അങ്ങനെ ഇന്നലെ രാത്രി കണ്ട് ആ ഒരു വല്യമ്മ അവിടെ എത്തുകയാണ്.
അങ്ങനെ എൻ്റെ മുത്തശ്ശി ആരാണ് ഇപ്പോൾ താമസിക്കുന്നത്? ആ ഒരു വല്യമ്മ പറയുകയാണ്, ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. കാരണം അവർ മരിച്ചതോടെ ഇവിടെ ആരും വരാതായി. ഞാനാണെങ്കിൽ ഇവിടെ അഥവാ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വൃത്തിയാക്കും, പിന്നെ പോകും. ഞാൻ മുകളിൽ പോയി വൃത്തിയാക്കാറില്ല. കാരണം ചില സമയം അവിടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ലെങ്കിൽ ഇന്നലെ ബോൾ എടുത്തു പോയത് മനുഷ്യൻ തന്നെയാണോ? അല്ലെങ്കിൽ കാരണവരുടെ ഭാര്യയോ?